അപ്പോൾ ഡേ 2 ഓഫ് പേടിയാട്ട് ഉത്സവം. അപ്പോൾ ഇന്നാണ് മെയിൻ ഉത്സവം. നമ്മൾക്ക് ജാതവനെയും തമ്പുരാട്ടിനെയും ഒന്നിച്ച് കാണാൻ പറ്റുന്ന ദിവസം എന്നാണ്. അപ്പോൾ ഇന്ന് ഞങ്ങളെ വീട്ടിൽ മെയിനായിട്ട് പറഞ്ഞാൽ ഇന്നലെ ഒരിക്കലായിരുന്നു അച്ഛൻ പോയി ബലിയൊക്കെ ഇട്ടുണ്ട്. അതിന് ശേഷം ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് വെച്ച് കൊടുത്ത ശേഷം നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഉത്സവം കാണാൻ പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഏകദേശം 1.5 സമയമായി വെച്ച് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇന്ന് ഞങ്ങളെ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ചോറ്, നല്ല കടുക്ക റോസ്റ്റ്, ചിക്കൻ കറി, പിന്നെ നല്ല ബീൻസിൻ്റെ ഉപ്പേരിയുണ്ട്, നല്ല കുഴുകുഴാന്നുള്ള കാളനുണ്ട്, പിന്നെ പുളിയിഞ്ചി. അച്ഛമ്മേൻ്റെ സ്പെഷ്യലാട്ടോ ഇവിടുത്തെ പുളിയിഞ്ചി, നല്ല ടേസ്റ്റാണ്. പിന്നെ അതേപോലെ എൻ്റെ അമ്മേൻ്റെ മെയിൻ ഹൈലൈറ്റ് ഈ സാധനമാണ് മോര് കറി. ആര് കഴിച്ചാലും എടുത്തു പറയുന്നൊരു ഡിഷാണ് മോര് കറി. അപ്പോൾ അതേപോലെ തന്നെ ഞാനൊരു ദിവസം ഈ റെസിപ്പി ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ അതേപോലെ നല്ലൊരു ടേസ്റ്റി പായസമുണ്ട്. ഞങ്ങളെ വീട്ടിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാറുണ്ട്. എന്തെങ്കിലും വിശേഷ ദിവസങ്ങളൊക്കെ നല്ല ഭക്ഷണമൊക്കെ നമ്മൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കും. നമ്മൾ അന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ എല്ലാ ഭക്ഷണവും ഇലയിൽ വിളമ്പി വിളക്ക് കത്തിച്ച് അരിയും പൂവും എറിഞ്ഞ് പ്രാർത്ഥിച്ച ശേഷം ഒരു ചെറിയ ഇലയിൽ ഈ ഡിഷൊക്കെ എടുത്തിട്ട് പുറത്ത് കൊണ്ടുവയ്ക്കും വിളക്ക് കത്തിച്ചിട്ട്. പിന്നെ ഈ വാതിൽ അടച്ചിട്ട് ഒരു 10 മിനിറ്റ് ശേഷം നമ്മൾ മുട്ടി തുറന്ന ശേഷം ഈ ഒരു ഭക്ഷണമാണ് നമ്മൾ ആദ്യം കഴിക്കുക. അതാണ് ഞങ്ങളെ നാട്ടിൽ വെച്ച് കൊടുക്കുക പറഞ്ഞാൽ. ഇതെല്ലാ വിശേഷ ദിവസങ്ങളും ഞങ്ങളത് ചെയ്യും മുടങ്ങാതെ. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവാണ്. ഭക്ഷണം കഴിച്ച ശേഷം ഡ്രസ്സ് ചെയ്ത് ഉത്സവത്തിന് പോകും. പിന്നെ ഞങ്ങൾ വാതിലൊക്കെ മുട്ടി തുറന്ന ശേഷം ഞങ്ങൾ ആ ഒരു ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും അത് ആസ്വദിച്ച് കഴിച്ചു. അച്ഛമ്മേൻ്റെ വക പൊന്നുണ്ണിക്കുള്ള ഗിഫ്റ്റ് എന്താണ്? ചുറ്റും നടക്കുന്ന ഒന്നും അറിയാതെ മഞ്ജുവിൻ്റെ വാവ നല്ല ഉറക്കത്തിലാണ്. വാവുത്സവത്തിന് വന്നു കഴിഞ്ഞാൽ വാക്കാശി കിട്ടും കേട്ടോ. എല്ലാവരും നമ്മൾക്ക് മുതിർന്ന ആൾക്കാരൊക്കെ നമുക്ക് വാക്കാശി തരും. അതും ഇവിടെ ഒരു ചടങ്ങാണ്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഉത്സവത്തിന് പോവുകയാണ്, പേടിയാട്ട് ഉത്സവത്തിന്. ഇപ്പം 2ാമത്തെ ദിവസമാണ്, ഇന്നാണ് മെയിൻ ദിവസം. അപ്പം അതാ എല്ലാവരും ഒന്ന് കാണിച്ചു കൊടുക്കാം. അങ്ങനെ അച്ഛനും അമ്മയും നല്ല ലുക്കായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അമ്പലത്തിലേക്ക് പോയാൽ. നിങ്ങളെന്താ വരാത്തേ? എന്താ ഞങ്ങൾ പോയി വരാം. ബായ്. വാവുത്സവം വന്നു കഴിഞ്ഞാൽ നമ്മൾ കല്യാണം കഴിഞ്ഞ് പോയവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ദീപാവലി സ്വീറ്റ്സൊക്കെ ആയിട്ട് നമ്മൾ ആ വീട്ടിലേക്ക് വരും. എന്നിട്ട് ഇവിടുന്ന് ഉത്സവമൊക്കെ കൂടിക്കഴിഞ്ഞ് നല്ല സന്തോഷമായിട്ടാണ് തിരിച്ചു പോവുക. അങ്ങനെ ഞങ്ങൾ മണ്ണൂറയിൽ വഴി കടലുണ്ടി എത്തി. ഞങ്ങൾ നേരെ ഉത്സവത്തിൻ്റെ മെയിൻ ഏരിയയിലേക്ക് പോവുകയാണ്. ഇതാ ഞാനും അമ്മയും അച്ഛനൊക്കെ ഉണ്ട്. അധികം ചെടികൾ, എന്ത് രസാലേ. നടന്നോളി, യു ക്യാൻ ഗോ ഗോ ഗോ. പിന്നെ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞ പോലെ തന്നെ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പേടിയാട്ടമ്മേൻ്റെയും ഭഗവാൻ ജാതവൻ്റെയും കഥ പറഞ്ഞുതരാം കേട്ടോ. പേടിയാട്ടമ്മേൻ്റെ മകനായിട്ടാണ് ഭഗവാൻ ജാതവൻ്റെ ജനനം. നല്ല സന്തോഷമുള്ള സ്നേഹമൊക്കെ കിട്ടി വളർന്ന ഒരു കുട്ടിക്കാലമായിരുന്നു ജാതവന്. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ ജാതവൻ. ഇതാണ് തമ്പുരാട്ടി അല്ലെങ്കിൽ പേടിയാട്ടമ്മ. ഭഗവാൻ ജാതവൻ ലക്ഷണമൊത്തൊരു യുവാവായി വളർന്നു. ഈ പേടിയാട്ടമ്മയ്ക്ക് 2 സഹോദരിമാരായിരുന്നു ഉണ്ടായിരുന്നത്. മലപ്പുറം ജില്ലയിലെ മണിയൂർ കളിയാട്ടങ്കാവ് അമ്മഞ്ചേരി അമ്മയും കോഴിക്കോട് വളയനാട്ട് അമ്മയും. മദ്യമാംസാദികൾ നിഷിദ്ധമായ ഉത്തമത്തിൽ പൂജയാണ് പേടിയാട്ട് ഭഗവതിക്ക്. അതുകൊണ്ട് തന്നെ മധ്യമത്തിൽ പൂജയുള്ള സഹോദരിമാരെ എടുത്തു പോവാൻ ജാതവനെ ഭഗവതി സമ്മതിക്കാറേയില്ല. പക്ഷെ ആൺകുട്ടികളൊന്നുമില്ലാത്ത ചെറിയമ്മമാർക്ക് ഈ ജാതവനോട് പ്രത്യേക സ്നേഹമായിരുന്നു. അവരവരെ സ്ഥലത്തേക്ക് ജാതവനെ ക്ഷണിക്കുകയും ചെയ്യുമായിരുന്നു. ഒരിക്കൽ പേടിയാട്ടമ്മ അറിയാതെ തൻ്റെ മകൻ ജാതവൻ അമ്മഞ്ചേരി അമ്മേൻ്റെ കൂടെ പോവുകയും ജാതവനും അമ്മഞ്ചേരി അമ്മയും ചേർന്ന് വളയനാട് അമ്മേൻ്റെ അടുത്ത് എത്തുകയും ചെയ്തു.
രണ്ടുപേരും കൂടെ ജാതവനെ അങ്ങോട്ട് സ്നേഹത്തോടെ സൽക്കരിച്ചതിൻ്റെ കൂട്ടത്തിൽ മദ്യമാംസാദികൾ വിളമ്പിയപ്പോൾ ജാതവൻ കഴിക്കാൻ വിസമ്മതിക്കുകയും ചെയ്തു. അവിടെ നിന്ന് തിരികെ പോവാനും ഒരുങ്ങി. മതിൽക്കെട്ടുകൾ അടച്ചെങ്കിലും ജാതവൻ തൻ്റെ വെളുത്ത കുതിരയിൽ കയറി മതിൽക്കെട്ടിൻ്റെ മുകളിലൂടെ ചാടി തിരിച്ചു പോവാനൊരുങ്ങി. തിരിച്ചു പോരുന്ന വഴി ജാതവൻ്റെ മുകളിൽ മദ്യം കുടയുകയും അതിൻ്റെ അടയാളങ്ങൾ കുതിരേൻ്റെ മുകളിൽ പതിയുകയും ചെയ്തു. കഷ്ടം തന്നെ. തിരികെ എത്തിയ ജാതവനെ അമ്മ പേടിയാട്ട് ക്ഷേത്രത്തിലേക്ക് പ്രവേശിപ്പിച്ചില്ല. വളരെ സങ്കടത്തോടെ കാലിൽ വീണ് മാപ്പപേക്ഷിച്ചിട്ടും തൻ്റെ വാക്ക് കേൾക്കാതെ പോവുകയും മദ്യം തെറിച്ച വസ്ത്രമായി വന്ന് ജാതവനോട് പേടിയാട്ടമ്മ ക്ഷമിച്ചേയില്ല. ദൂരെ കാക്ക പോലും കയറാത്ത കാക്കേറ കുന്നിൽ താമസിച്ചോളാനും വർഷത്തിലൊരിക്കൽ മാത്രം കാണുവാനും അമ്മ മകന് അനുവാദം കൊടുത്തു. തുലാമാസത്തിലെ കർത്തവാവ് ദിവസം പേടിയാട്ടമ്മേൻ്റെയും മകൻ ജാതവൻ്റെയും സമാഗമം കടലുണ്ടിക്കാരെ വാവുത്സവമായി ആഘോഷിക്കുമ്പോൾ അത് കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഉത്സവത്തിലൊന്നായി മാറുകയും ചെയ്തു. ഇപ്പോൾ പേടിയാട്ടമ്മയും മകൻ ജാതവനും നമ്മളെ പേടിയാട്ടുകുന്ന് എത്തിച്ചേർന്നു. ഇനി അവരെ കൂടിക്കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ ഒരു നിമിഷം കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഓരോരുത്തരും ഈ ഒരു ഉത്സവം കൂടാൻ വരുന്നത്. അങ്ങനെ 2025 വാവുത്സവം ഇതോടെ കഴിയാണ്. ഉത്സവമൊക്കെ കണ്ടു കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് ഞങ്ങളവിടെ ഷോപ്പിലൊക്കെ കയറി. പിന്നെ നമുക്കറിയാലോ, ഉത്സവത്തിന് പോയി കഴിഞ്ഞാൽ നമ്മൾ തിരക്കൊക്കെ ആണെങ്കിൽ പോലും പിന്നെ നമ്മൾ മെയിൻ വിനോദം എന്താ, നമ്മളവിടുത്തെ ഷോപ്പിൽ കയറുക, ഓരോന്ന് വാങ്ങുക, അതൊക്കെ ആയിരിക്കുമല്ലോ. അങ്ങനെ ഞങ്ങളെ കുഞ്ഞു വാവയ്ക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങുകയാണ് കേട്ടോ, അച്ഛനും അമ്മയും കൂടെ. അപ്പോൾ അതൊക്കെ വാങ്ങിയ ശേഷം ഞങ്ങൾ മെല്ലെ തിരിച്ചു. പിന്നെ മഞ്ജു വീട്ടിൽ ഒറ്റയ്ക്കായതുകൊണ്ട് അച്ഛമ്മയും അഞ്ജു മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ പിന്നെ വേഗം വീട്ടിലെത്താമെന്ന് വിചാരിച്ചു. ഏകദേശം വൈകുന്നേരം സമയമായതുകൊണ്ട് തന്നെ ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ചിട്ട് മടങ്ങാൻ വിചാരിച്ചു. ഇപ്പോൾ റെയിൽവേ ക്രോസിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷം ഒരു ഹോട്ടലിൽ ഞങ്ങൾ കയറി നല്ല ചൂട് മസാല ദോശ കഴിച്ച്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 4 കൊല്ലം കഴിഞ്ഞു. പക്ഷേ ഇതുവരെ ഈ 4 കൊല്ലത്തിൻ്റെ ഇടയിൽ ഫുൾ ഫ്ലെഡ്ജായിട്ട് ഈ ഉത്സവം കൂടാൻ എനിക്കിപ്പോഴും പറ്റിയിട്ടില്ല. ഇനി അടുത്ത കൊല്ലം ഞാൻ വിചാരിക്കുകയാണ് കുറച്ച് നേരത്തെ തന്നെ ഒരാഴ്ച മുന്നേ വന്ന് ഉത്സവമൊക്കെ കൂടി നല്ല സന്തോഷത്തോടെ തിരിച്ചു പോകണം എന്നാണ് എപ്പോഴും വിചാരിക്കും. പക്ഷെ നടക്കില്ല. പക്ഷെ അടുത്ത കൊല്ലം എന്തായാലും നടത്തണം എന്നാണ് എൻ്റെ പ്ലാൻ കേട്ടോ. ചാലിയം ബീച്ചിൻ്റെ ഭാഗത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടേക്കൊക്കെ ഷോപ്പുകളുണ്ട് കേട്ടോ. ഞങ്ങൾ പക്ഷെ അന്ന് അങ്ങോട്ടൊന്നും പോയിട്ടില്ല. അവിടെയാണ് യന്ത്രയൂഞ്ഞാലൊക്കെ ഉള്ളത്. പിന്നെ തിരിച്ച് ഞങ്ങളെ ആ ഒരു വഴി, മണ്ണൂറയിൽ വഴി വരുമ്പോൾ ജാതവൻ കോട്ട ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ജാതവൻ കോട്ട. ഞാൻ ഇതുവരെ അവിടെ പോയിട്ടില്ല. അടുത്ത പ്രാവശ്യം എന്തായാലും പോകണം. എൻ്റെ അച്ഛൻ ഞങ്ങൾ അമ്പാനും അതേപോലെ ക്യാൻഡിക്കും ഒരേപോലത്തെ 2 ബോൾ വാങ്ങിയിരുന്നു കേട്ടോ. ഇനി ഓർക്ക് ആ ഒരു ബോൾ കൊടുക്കുന്ന എക്സൈറ്റ്മെൻറ്റൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ വീട്ടിലെ ഡോഗാട്ടോ ക്യാൻഡി. അത് ഗോൾഡൻ റിട്രീവറാണ്, ഫീമെയിലാണ്. മൂപ്പര് ബോൾ പറഞ്ഞാൽ ഭയങ്കര ക്രേസാണ്. പക്ഷേ വലിപ്പം കൂടിയത് മുപ്പത്തിക്ക് അത്ര കണ്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഇഷ്ടമാണ്, ചെറിയ ബോൾ എപ്പോഴും കളിയാണ്. അപ്പോൾ അതുകൊണ്ടുള്ള പിന്നെ ആൾ ഏകദേശം 3 ഇയേഴ്സായി, അതിൻ്റെ ഒരു മെച്യൂരിറ്റി ഉണ്ട്. ഇത് ഞങ്ങൾ അമ്പാൻ, ഞങ്ങൾ അന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചിട്ടോ. അമ്പാനിന് കൊടുത്തപ്പോൾ അമ്പാൻ പിന്നെ എന്താണെന്നറിയില്ല, പറഞ്ഞാൽ കളിച്ച് മറച്ച് അടുത്ത ദിവസമായപ്പോഴത്തേക്ക് 2 ക്യാൻഡീൻ്റെ ബോളാണെങ്കിൽ അന്ന് തന്നെ പൊട്ടി.
അമ്പാൻ്റെ പോള് 2 ദിവസം കൊണ്ട് കടിക്കാൻ കിട്ടാത്തതുകൊണ്ട് അമ്പാൻ്റെ ദേഷ്യമായിരുന്നു. അങ്ങനെ 2 ദിവസം ഞങ്ങൾ കളിപ്പിക്കുമ്പോൾ കളിക്കല്ലാതെ അടുത്ത ദിവസം പിന്നെ അമ്പാൻ ഒന്ന് ചുരുങ്ങിപ്പോയപ്പോൾ അമ്പാൻ കടിച്ചു പൊട്ടിച്ചാഞ്ഞ്. അങ്ങനെ ഞങ്ങൾ മലബാർ റീജിയനിലെ ഉത്സവത്തിനൊക്കെ തുടക്കമായി. അങ്ങനെ ഞങ്ങൾ ഈ കൊല്ലത്തെ വാവുത്സവവും കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചെത്തുകയും ചെയ്ത്. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അതായത് ഫുള്ളായിട്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബൈ.